ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ് ലൂം. അപ്പം നമ്മളുടെ ഓണപ്പരീക്ഷ ഇങ്ങ് അടുത്ത് വന്നിരിക്കുകയാണല്ലേ. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 4 ലെസൺ ഉണ്ട്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വുമൺ, മാച്ച് ബോക്സ് ആൻഡ് ഹൊറഗെല്ലു. അപ്പം ഈ 4 ലെസണും അത്യാവശ്യം ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഓടിച്ചൊന്ന് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുട്ടികളെ, നമുക്ക് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, എ സ്പീച്ച് ബൈ ക്രിസ്റ്റൽ ലഗാർഡെ ആദ്യം നോക്കാം. അപ്പം ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, മറന്നു പോകാൻ പാടില്ലാത്ത മെയിൻ പോയിന്റ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. In her speech, Crystal Lagarde says that women's empowerment depends on 3 important factors: learning, labor and leadership. എന്താണ് ക്രിസ്റ്റൽ ലഗാർഡെ തന്റെ പ്രസംഗത്തിൽ പറയുന്ന സ്ത്രീകളുടെ ശാക്തീകരണം 3 പ്രധാന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. എന്തൊക്കെയാണത്? അവയാണ് ലേണിംഗ് പഠനം, ലേബർ തൊഴിൽ, ലീഡർഷിപ്പ് അതായത് നേതൃത്വം. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ഗെയിൻ നോളജ് ആൻഡ് കോൺഫിഡൻസ്. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അറിവും ആത്മവിശ്വാസവും നേടാൻ സഹായിക്കുന്നു. ഈക്വൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഫെയർ വേജസ് ആൻഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ, പ്രോപ്പർട്ടി ആൻഡ് ക്രെഡിറ്റ് ഹെൽപ്പ് വിമൻ ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അതായത് തുല്യ തൊഴിലവസരങ്ങൾ, ന്യായമായ വേതനം, ആരോഗ്യ പരിചരണം, സ്വത്ത് സ്വന്തമാക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ വായ്പ ലഭിക്കാനുള്ള അവസരം എന്നിവ സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാൻ സഹായിക്കുന്നു. Women should also take leadership roles by being confident and ready to face challenges. സ്ത്രീകൾ ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിട്ട് നേതൃത്വ സ്ഥാനങ്ങൾ ഏറ്റെടുക്കണം. Although many barriers still exist, women have the ability to succeed. അതായത് ഇപ്പോഴും പല തടസ്സങ്ങൾ ഉണ്ടെങ്കിലും വിജയിക്കാൻ സ്ത്രീകൾക്ക് കഴിവുണ്ട്. If society supports these 3 areas, women can achieve their full potential and help ബിൽഡ് എ ബെറ്റർ ആൻഡ് സ്ട്രോങ്ങർ വേൾഡ്. അതായത് സമൂഹം ഈ 3 കാര്യങ്ങൾക്കും പിന്തുണ നൽകിയാൽ സ്ത്രീകൾക്ക് അവരുടെ മുഴുവൻ കഴിവും പ്രകടിപ്പിക്കാനും മികച്ചതും ശക്തവുമായ ഒരു ലോകം നിർമ്മിക്കാനും കഴിയും. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മറന്നു പോയാലും ഇത് ഷോർട്ട് ആക്കിയിട്ട് ഈ ഒരു ചെറിയ സമ്മറി എങ്കിലും പഠിച്ചു വെക്കണം. അപ്പം ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സാമിന് എഴുതാൻ വിട്ടു പോകരുത്. അപ്പം നിങ്ങളിത് നോട്ടൊക്കെ എഴുതിയെടുത്ത് ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് എനി വുമൺ പോയട്രി നോക്കാം, ബൈ കാതറിൻ ടൈനാൻ. അപ്പം ഈ ഒരു കവിത, ഇതിൻ്റെ ഒരു ചെറിയ അപ്രീസിയേഷൻ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിലുള്ള ഒരു അനാലിസിസും നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് പഠിച്ചിട്ട് പോകാനും കഴിയുന്ന രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദ പോം എനി വുമൺ ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ വുമൺ ഇൻ എ ഫാമിലി. അപ്പം എന്താണ് എനി വുമൺ എന്ന കവിത? ഒരു കുടുംബത്തിൽ സ്ത്രീകൾക്കുള്ള അല്ലെങ്കിൽ സ്ത്രീക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. The poet says that a woman is like the pillar of a house. എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ ഒരു വീടിന്റെ തൂൺ പോലെയാണെന്ന് കവി പറയുന്നു. She supports, protects and keeps the whole family together. അവൾ കുടുംബത്തെ താങ്ങുകയും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ എന്താണ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയും ചെയ്യുന്നു. Without her, the family may become weak and unhappy. അപ്പോൾ അവൾ ഇല്ലെങ്കിൽ കുടുംബം ദുർബലമാകുകയും സന്തോഷമില്ലാത്തതാവുകയും ചെയ്യും. The poet also shows the deep love between a mother and her children. അപ്പം ഒരമ്മയും മക്കളും തമ്മിലുള്ള ആഴമുള്ള സ്നേഹവും കവി ഈ കവിതയിൽ കാണിക്കുന്നു. A mother gives them love, care, warmth and safety. ഒരു അമ്മ മക്കൾക്ക് സ്നേഹവും കരുതലും വാത്സല്യവും സുരക്ഷയും നൽകുന്നു. She helps them grow into good people and makes sure that no child feels lonely or lost. എന്താണ്? മക്കൾ നല്ല മനുഷ്യരായി വളരാൻ അമ്മ സഹായിക്കുന്നു. ഒരു കുട്ടിയും ഒറ്റപ്പെട്ടതായി തോന്നാതിരിക്കാനും അവൾ ശ്രദ്ധിക്കുന്നു. അപ്പം ഇത് അതിൻ്റെ ഒരു സമ്മറിയാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നമുക്ക് ഇനിയും തീമും പിന്നെ ഇതിനകത്തെ പോയറ്റിക് ഡിവൈസസും എഴുതിയിട്ട് ഇതിൻ്റെ അപ്രീസിയേഷൻ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ലൈഡ് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു എനി വുമൺ പോയട്രി നന്നായിട്ട് പഠിക്കാവുന്നതുമാണ്. അപ്പം നോക്കിക്കോ, ദ മെയിൻ തീം ഓഫ് ദി പോം ഈസ് ദി ലവ്, കെയർ, സാക്രിഫൈസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് എ വുമൺ. അപ്പം തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കവിതയുടെ മെയിൻ ഐഡിയ, മെയിൻ ആശയം എന്താണെന്നാണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ടത്. അപ്പം
ഈ കവിതയുടെ പ്രധാന ആശയം എന്താണ്? സ്ത്രീയുടെ സ്നേഹവും കരുതലും ത്യാഗവും ശക്തിയുമാണ് എന്നെഴുതാം. ഇറ്റ് ഓൾസോ ടെൽസ് us that women play a very important role in building a happy family. അപ്പം സന്തോഷമുള്ള ഒരു കുടുംബം രൂപപ്പെടുത്തുന്നതിൽ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് ഈ കവിത പറയുന്നു. The poem reminds us that women should be respected and valued for everything they do. അപ്പം സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും വേണമെന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ളത് അവസാന ഒരു പാരഗ്രാഫിൽ എഴുതാം. അതായത് എന്തൊക്കെ അലങ്കാരങ്ങളാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. The main poetic device used in the poem is metaphor. അപ്പൊ കവിതയിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്താണ്? മെറ്റഫർ എന്ന് മലയാളത്തിൽ രൂപകം എന്ന് പറയും. The poet compares a woman to the pillar of a house, fire, sunlight, a wall and a door without using the words like or as. അപ്പൊ എന്താണ്? ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞാൽ എന്താ? പോലെ എന്നാണ് മലയാളത്തിൽ അർത്ഥം. അപ്പൊ പോലെ എന്ന വാക്ക് ഉപയോഗിക്കാതെ ഒരു സ്ത്രീയെ വീടിന്റെ തൂൺ, തീ അല്ലെങ്കിൽ സൂര്യപ്രകാശം, മതില്, വാതില് എന്നിവയുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അപ്പം സ്ത്രീ ഒരു മതില് പോലെയാണ് എന്ന് പറയുന്നില്ലല്ലോ. സ്ത്രീ ഒരു മതിലാണ്, സ്ത്രീ സൺലൈറ്റ് ആണ്, അവൾ ഒരു വോൾ ആണ് എന്നങ്ങാണ് എന്ന് പറയുവാണ്, അല്ലാതെ മറ്റൊന്ന് പോലെ എന്ന് പറയുന്നില്ല. അതാണ് മെറ്റഫർ. These metaphors shows that a woman is the heart, strength and protection of the family. അപ്പം ഈ രൂപകങ്ങൾ ഒരു സ്ത്രീയാണ് കുടുംബത്തിന്റെ ഹൃദയവും ശക്തിയും സംരക്ഷണവും എന്ന് കാണിക്കുന്നു. The poem also uses imagery to create beautiful pictures of a family life and repetition of the words I am to highlight the many roles of a woman. എന്താണ്? കുടുംബത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ മനസ്സിൽ വരച്ചു കാണിക്കാൻ ഒരു ദൃശ്യവൽക്കരണം കവിതയിലുണ്ടല്ലേ? അത് പറയണം. ഇമേജറി, അതാണ് ദൃശ്യവൽക്കരണം. അപ്പം കവിത വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് പോലെ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയണം. കൂടാതെ ഐ ആം, കണ്ടോ? ഐ ആം എന്ന് ആ പുസ്തകം എടുത്ത് നോക്കിയാൽ കാണാം, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഐ ആം എന്ന വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗിച്ച് ഒരു സ്ത്രീയുടെ നിരവധി ഉത്തരവാദിത്വങ്ങളും വേഷങ്ങളും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. അപ്പം എനി വുമൺ എന്ന് പറയുന്ന കവിതയെ പറ്റി എന്ത് ചോദിച്ചാലും അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടാണ് ഈ 2 സ്ലൈഡിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷോർട്ട് സ്റ്റോറി നോക്കാം. മാച്ച് ബോക്സ് ബൈ ആശാപൂർണ ദേവി. അപ്പൊ എന്താണ് ഈ കഥ? നമുക്കൊന്ന് ഓർമ്മ പുതുക്കിയാലോ? The story compares women to match boxes. അപ്പം ഈ കഥയിൽ സ്ത്രീകളെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? മാച്ച് ബോക്സസ്, തീപ്പെട്ടിയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. A matchbox has the power to create fire, but it stays quiet until someone uses it. ഒരു തീപ്പെട്ടിക്ക് തീ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷേ ആരെങ്കിലും ഉപയോഗിക്കുന്നത് വരെ എന്താണ്? അത് ശാന്തമായിട്ടിരിക്കും. In the same way, women are strong and powerful, but they often remain silent because of society and family. അപ്പം അതുപോലെ സ്ത്രീകളും ശക്തരും കഴിവുള്ളവരുമാണ്, എന്നാൽ സമൂഹവും കുടുംബവും കാരണം അവർ പലപ്പോഴും മിണ്ടാതെ കഴിയുന്നു. Nomita finds a letter from her mother in her husband അജിത്'s pocket. അപ്പം നൊമിത എന്ന് പറയുന്ന സ്ത്രീ തന്റെ ഭർത്താവായ അജിത്തിന്റെ പോക്കറ്റിൽ അവളുടെ അമ്മ അയച്ചൊരു കത്ത് കണ്ടെത്തുന്നു. അജിത് had opened the letter without her permission and did not give it to her. എന്താണ്? നൊമിതയുടെ അനുവാദമില്ലാതെ അജിത്ത് എന്ത് ചെയ്യുന്നു? ആ കത്ത് തുറന്ന് വായിക്കുകയും അത് അവൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. This makes Nomita very angry because she feels that her privacy and respect are ignored. എന്താണ്? ഇത് നൊമിതയെ വളരെ ദേഷ്യപ്പെടുത്തുന്നു. കാരണം എന്താ? തന്റെ സ്വകാര്യതയും ബഹുമാനവും അവഗണിക്കപ്പെടുന്നുവെന്ന് അവൾക്ക് തോന്നുന്നു. Ajit always reads Nomita's letters first and makes fun of her poor mother. എന്താണ്? അജിത്ത് എപ്പോഴും നൊമിതയുടെ കത്തുകൾ ആദ്യം വായിക്കുകയും അവളുടെ പാവപ്പെട്ട അമ്മയെ പരിഹസിക്കുകയും ചെയ്യുന്നു. He does not understand Nomita's feelings. നൊമിതയുടെ വികാരങ്ങൾ അജിത്ത് മനസ്സിലാക്കുന്നില്ല. During an argument, Nomita becomes so upset that she sets the end of her saree on fire to show her anger. അപ്പം ഒരു തർക്കത്തിനിടെ തന്റെ ദേഷ്യം പ്രകടിപ്പിക്കാൻ നൊമിത എന്താ ചെയ്യുന്നത്? തന്റെ സാരിയുടെ അറ്റത്തിന് എന്ത് ചെയ്യുന്നു? തീ കൊളുത്തുന്നു. അജിത് ക്വിക്ലി പുട്ട്സ് ഔട്ട് ദി ഫയർ. അപ്പൊ അജിത്ത് എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ആ തീ അണയ്ക്കുന്നു.
Even after the quarrel, Nomita continues her household work and secretly thinks about helping her mother. അപ്പൊ വഴക്കിന് ശേഷവും നൊമിത വീട്ടുജോലികൾ തുടരുന്നു. അതോടൊപ്പം എന്താണ്, അമ്മയെ എങ്ങനെ സഹായിക്കാമെന്ന് രഹസ്യമായി ചിന്തിക്കുകയും ചെയ്യുന്നു. She does not give up her responsibilities. അവൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. The story shows that many women are strong inside, but they hide their pain and continue to care for their families. എന്താണ്, പല സ്ത്രീകളും ഉള്ളിൽ ശക്തരാണെന്നും സ്വന്തം ദുഃഖങ്ങൾ മറച്ചുവെച്ച് കുടുംബത്തെ സ്നേഹത്തോടെയും കരുതലോടെയും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ കഥ കാണിക്കുന്നു. It tells us that women deserve respect, freedom and equal rights. എന്താണ്, സ്ത്രീകൾക്ക് ബഹുമാനവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ തുല്യ അവകാശവും ലഭിക്കേണ്ടതുണ്ടെന്ന് ഈ കഥ പറയുന്നു. അപ്പം ഇതാണ് ഈ കഥയുടെ ഒരു സമ്മറി, ഒരു ആശയം. ഇനി ഇതിന്റെ മെയിൻ തീം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. വിമൻ സ്ട്രെങ്ത് ആൻഡ് പേഷ്യൻസ്. എന്താണ്, സ്ത്രീകളുടെ ശക്തിയും ക്ഷമയുമാണ് ഈ കഥ കാണിക്കുന്നത്. പിന്നെന്താണ്, ജെൻഡർ ഇനീക്വാളിറ്റി, അതായത് ലിംഗ അസമത്വം, അതായത് ഈക്വൽ അല്ലാതെ സ്ത്രീകളെ കാണുന്നു എന്നുള്ളത്. സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി, ആത്മാഭിമാനവും അന്തസ്സും ഒരു തീമായിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ് ഇതിലെ തീം വരുന്നത്, ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഫോർ വിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും. ഇനി ഇതിനകത്ത് ലിറ്റററി ഡിവൈസ് എന്താന്ന് നോക്കാം. അതായത് ഇത് എക്സാമിന് ഉറപ്പായിട്ടും എഴുതണം. അതായത് സിംബോളിസം, എന്താണ്, പ്രതീകാത്മകത എന്ന് പറയും. അതായത് നമ്മളിപ്പം റോസാപ്പൂവിനെ നമ്മൾ എന്തിന്റെ സിമ്പലായിട്ടാണ് കാണുന്നത്, ലവിന്റെ സിമ്പലായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ മാച്ച് ബോക്സിനെ എന്തിൻ്റെയോ ഒരു സിമ്പലായിട്ടാണ് എഴുത്തുകാരി കാണുന്നത്. എന്തിന്റെ സിമ്പലായിട്ടാണ്? The matchbox is a symbol of the hidden strength and power of women. അതായത് തീപ്പെട്ടി സ്ത്രീകളുടെ മറഞ്ഞിരിക്കുന്ന ശക്തിയുടെയും കഴിവിന്റെയും പ്രതീകമാണ്. അങ്ങനെ വേണം പരീക്ഷയ്ക്ക് എഴുതാൻ. Like a matchbox, women have the ability to create great change, but society often expects them to remain silent. അതായത് തീപ്പെട്ടിയെ പോലെ സ്ത്രീകൾക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ എന്താണ്, സമൂഹം പലപ്പോഴും അവർ മിണ്ടാതിരിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. The story reminds us that women are not weak. എന്താണ്, സ്ത്രീകൾ ദുർബലരല്ല എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. They have the power to bring light and change, just like a match can light up the darkness. അപ്പൊ ഒരു തീപ്പെട്ടിക്കൊള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുട്ടിൽ വെളിച്ചം പകരുന്നത് പോലെ സ്ത്രീകൾക്കും സമൂഹത്തിൽ വെളിച്ചവും നല്ല മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് അതാണ് ആശയം. അങ്ങനെ ഒരു ആശയമാണ് ഈ കഥ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സിംബോളിസം എക്സാമിന് എഴുതി വെക്കാൻ മറക്കരുത്. ഇനി അടുത്തത് നമുക്ക് ഹൊറഗല്ലു, സുധാമൂർത്തിയുടെ ഹൊറഗല്ലു എന്താണെന്ന് നോക്കാം. അതൊരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അനുഭവ കഥയാണ്. അപ്പം നമുക്ക് നോക്കാം. The story is about a ഹൊറഗല്ലു, a stone bench kept under a banyan tree in a village. അപ്പോൾ എന്താണ് ഈ കഥ പറയുന്നത്? ഒരു ഗ്രാമത്തിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഹൊറഗല്ലു. ഹൊറഗല്ലു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കല്ല് കൊണ്ടുള്ള ബെഞ്ച്. കണ്ടില്ലേ ഈ ചിത്രത്തിൽ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പം കല്ല് കൊണ്ടുള്ള ബെഞ്ചായ ഹൊറഗല്ലുവിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. Travelers stop there to rest, drink water and relax before continuing their journey. അപ്പം യാത്രക്കാര് അവിടെ വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും കുറച്ചു നേരം ആശ്വാസത്തോടെ ഇരിക്കാനും നിൽക്കുന്നു. അതിനുശേഷമാണ് അവർ വീണ്ടും യാത്ര തുടരുന്നത്. The author's grandfather spends time there listening to the travelers and talking to them kindly. അപ്പൊ സുധാമൂർത്തിയുടെ കഥയാണിത്. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്, മുത്തശ്ശൻ എന്താ ചെയ്യുന്നത്, അവിടെ യാത്രക്കാരുടെ വിശേഷങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കുകയും ചെയ്യുന്നു. The travelers share their problems with the grandfather. അപ്പൊ യാത്രക്കാർ അവരുടെ പ്രശ്നങ്ങൾ ആരോട് പങ്കുവെക്കുന്നു? സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛനോട് പങ്കുവെക്കുന്നു. He cannot solve their difficulties, but he listens with care and sympathy. അപ്പൊ അവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, പക്ഷേ അദ്ദേഹം സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും അവരുടെ വാക്കുകൾ കേൾക്കുന്നു. After talking to him, they feel happy, refreshed and ready to continue their journey.
അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം യാത്രക്കാർക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കുന്നു. തുടർന്ന് അവർ വീണ്ടും യാത്ര തുടരാൻ തയ്യാറാവുന്നു. They pick up their burdens with new strength and go on their way. അപ്പൊ പുതിയ ഊർജത്തോടെയും ധൈര്യത്തോടെയും അവർ തങ്ങളുടെ ഭാരങ്ങൾ എടുത്ത് യാത്ര തുടരുന്നു. The grandfather says that everyone needs a ഹൊറഗെല്ലു in life to rest from their burdens. എന്താണ്? ജീവിതത്തിലെ വിഷമങ്ങളിൽ നിന്ന് കുറച്ചു നേരം വിശ്രമിക്കാൻ എല്ലാവർക്കും ഒരു ഹൊറഗെല്ലു വേണമെന്ന് മുത്തശ്ശൻ പറയുന്നു. Later, when the author works in Mumbai, she meets her colleague Ratna. പിന്നീട് നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള സുധാമൂർത്തി മുംബൈയിൽ ജോലി ചെയ്യുമ്പോൾ രത്ന എന്ന സഹപ്രവർത്തകയെ പരിചയപ്പെടുന്നു. Every day during lunch, Ratna listens patiently to people who come to share their worries. അപ്പൊ എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ വരുന്നവരുടെ വാക്കുകൾ എന്തായിരുന്നു? രത്ന ക്ഷമയോടെ കേൾക്കുന്നു. She keeps their secrets safe and never judges them. അവരുടെ രഹസ്യങ്ങൾ അവൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ചെയ്യുന്നില്ല. She believes that listening with kindness removes half of a person's burden. എന്താണ്? സ്നേഹത്തോടെയും കരുതലോടെയും കേട്ടാൽ ഒരാളുടെ പകുതി വിഷമം കുറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം രത്നയെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതി ചേർക്കാം. അപ്പം രത്ന പറയുന്ന ഡയലോഗ് ഉണ്ടോ? ഐ only listen with sympathy and without any judgment. ഞാൻ സിമ്പത്തിയോടെ ആൾക്കാരെ കേട്ടിരിക്കും, അല്ലാണ്ട് ആരെയും ഞാൻ ജഡ്ജ് ചെയ്യില്ല. നോക്കിയേ, പീപ്പിൾ ഷെയർ their worries. ആൾക്കാർ അവരുടെ വിഷമങ്ങൾ അവളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഷി ലിസൺസ് പേഷ്യൻ്റ്ലി. ക്ഷമയോടെ അവൾ അത് കേൾക്കുന്നു. ഷി കീപ്സ് their സീക്രട്ട് സേഫ്. അപ്പോൾ അവരുടെ സീക്രട്ട് എങ്ങനെയാണ് നമ്മുടെ രത്ന വെച്ചിരിക്കുന്നത്? ഭയങ്കര സീക്രട്ടായിട്ട് അല്ലേ? ഷി നെവർ ജഡ്ജസ് ദം. അപ്പോൾ അവൾ ആരെയും ജഡ്ജ് ചെയ്യില്ല. നീ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ്, നീ മോശക്കാരിയാണ്, അങ്ങനെ ആരോടും പറയില്ല. ലിസ്ണിംഗ് വിത്ത് കൈൻഡ്നെസ് റിമൂവ്സ് ഹാഫ് ഓഫ് എ പേഴ്സൺസ് ബർഡൻ. എന്താണ്? ഒരാളെ ശ്രദ്ധിക്കുക എന്നുള്ളത് ആളുടെ പകുതി വിഷമങ്ങൾ കുറയ്ക്കാൻ സഹായകമാകുമെന്നാണ് ഇവിടുത്തെ രത്ന വിചാരിക്കുന്നത്. അപ്പം അതുപോലെ ഒരാളല്ലേ ആ മുത്തശ്ശനും. അപ്പം അതാണ് ഈ കഥയിൽ പറയുന്നത്. The author understands that both her grandfather and Ratna are like ഹൊറഗെല്ലു. എന്താണ്? തൻ്റെ മുത്തച്ഛനും രത്നയും ഹൊറഗെല്ലുവിനെ പോലെയാണെന്ന് എഴുത്തുകാരി മനസ്സിലാക്കുന്നു. They help people by listening with love and patience. അവർ സ്നേഹത്തോടെയും ക്ഷമയോടെയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരെ സഹായിക്കുന്നു. The story teaches us to be kind, helpful and ready to listen to others. അപ്പം ദയുള്ളവരാകാനും അതായത് സഹായിക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുവാണ്. ഇതൊക്കെ എക്സാം പോയിന്റിൽ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഈ ഒരു ലൈൻ എഴുതാവുന്നതാണ്. ചെറിയ കരുണാ പ്രവർത്തികൾ പോലും എന്താണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് എഴുതാം, ബോത്ത് ആർ ലൈക്ക് ഹൊറഗെല്ലു. ഇരുവരും ഹൊറഗെല്ലുവിനെ പോലെയാണ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഗ്രാൻഡ് ഫാദർ ലിസൺ ടു ദി ട്രാവലേഴ്സ് ആൻഡ് ഗേവ് ദം കംഫോർട്ട് ആൻഡ് സ്ട്രെങ്ത്. എന്താണ് ഗ്രാൻഡ് ഫാദർ ചെയ്തത്? യാത്രക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് അവർക്ക് ആശ്വാസവും ധൈര്യവും നൽകി. രത്ന എന്താണ് ചെയ്തത്? രത്ന ലിസൺസ് ടു ഹർ കൊളീഗ്സ്, കീപ്സ് their secrets safe and never judges. എന്താണ്? രത്ന സഹപ്രവർത്തകരുടെ വിഷമങ്ങൾ കേൾക്കുകയും അവരുടെ രഹസ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇനി ഇതിനകത്ത് ലിറ്റററി ഡിവൈസ് എന്താണ്? നമ്മൾ മാച്ച് ബോക്സ് പഠിച്ചപ്പോൾ മാച്ച് ബോക്സിന്റെ ആ ഒരു സിംബോളിസം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഹൊറഗെല്ലുവിന്റെ സിംബോളിസം എന്താണെന്ന് അറിഞ്ഞാലോ? ഇത് പഠിച്ചു വെക്കണം. ഇത് എക്സാമിന് ഏതൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് എഴുതി വെക്കാവുന്നതാണ്. ദ ഹൊറഗെല്ലു അതായത് സ്റ്റോൺ ബെഞ്ച് ഇസ് എ സിമ്പിൾ ഓഫ് സപ്പോർട്ട്, കംഫോർട്ട് ആൻഡ് ഹോപ്പ്. അപ്പം എന്താണ്? മറന്നു പോകരുത്, ഹൊറഗെല്ലു എന്ന് പറഞ്ഞാൽ കല്ല് ബെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ്. ഈ ലൈൻ എഴുതി വെക്കണം, മറക്കരുത്. Just as travelers rest on the stone bench, people also need someone who listens to their problems and gives them emotional strength. അതായത് യാത്രക്കാർ കല്ലിന്റെ ബെഞ്ചിൽ വിശ്രമിക്കുന്നത് പോലെ ആളുകൾക്കും അവരുടെ വിഷമങ്ങൾ കേട്ട് മാനസിക ധൈര്യം നൽകാൻ ഒരാൾ ആവശ്യമാണ്. ഇനി ഇതിനകത്തെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ, തീം എന്ന് പറഞ്ഞാൽ എന്താ? ആശയം. അപ്പൊ പ്രധാന ആശയം എന്തൊക്കെയാണ് ഈ ഒരു കഥയിൽ, ഈ ഒരു അനക്ഡോട്ടിൽ വരുന്നത്? കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ. എന്താണ്? ദയയും കരുണയും. ഹെൽപ്പിംഗ് അതേഴ്സ് ബൈ ലിസണിങ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരെ സഹായിക്കുക. ഷെയറിംഗ് വെറീസ് റിഡ്യൂസസ് പെയിൻ. എന്താണ്? വിഷമങ്ങൾ പങ്കുവെച്ചാൽ എന്ത് ചെയ്യും?
ദുഃഖം കുറയും. സെൽഫ്ലെസ് സർവീസ് ആൻഡ് ഹ്യൂമാനിറ്റി, നിസ്വാർത്ഥ സേവനവും മാനവികതയും. അപ്പൊ ഇനി ഹൊറഗെല്ലു ഗീവ്സ്, കണ്ടോ, ഹൊറഗെല്ലു എന്താണ് നൽകുന്നത്? എ പ്ലേസ് ടു റെസ്റ്റ് ആൻഡ് റിലാക്സ്, അതായത് വിശ്രമിക്കാനും ആശ്വാസം നേടാനുമുള്ള ഒരു സ്ഥലമാണ്. റിഫ്രഷ്മെന്റ് ആൻഡ് റിലീഫ്, അതായത് ഉന്മേഷവും ആശ്വാസവും നൽകുന്ന ഒരു സ്ഥലമാണ്. ഹോപ്പ് ആൻഡ് സ്ട്രെങ്ത്, ഇറ്റ് ഗീവ്സ് ഹോപ്പ് ആൻഡ് സ്ട്രെങ്ത്, കണ്ടോ, പ്രത്യാശയും ധൈര്യവും. എന്നിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാം, ഇങ്ങനെ എഴുതാം: എ കൈൻഡ് ലിസണർ ക്യാൻ ബി സമ്മൺസ് ഹൊറഗെല്ലു ഇൻ ലൈഫ്. ലെറ്റസ് ഓൾ ബി ദാറ്റ് പേഴ്സൺ ഫോർ അതേഴ്സ്. അതായത് സ്നേഹത്തോടെ കേൾക്കുന്ന ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലെ എന്താകും? ഹൊറഗെല്ലു ആയി മാറും. നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്തരമൊരു വ്യക്തിയാകാം എന്നൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇറക്കുന്നത് ഓരോ ലെസണിലെയും ഇപ്പം 3 L's ഓഫ് എംപവർമെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വീഡിയോ ഇറക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഓരോ ലെസണിൻ്റെയും ലെസൺ ബൈ ലെസൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കുകൾ മേടിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്.